കണ്ണൂർ അയ്യൻകുന്നിൽ വനിതാ സഹകരണ സംഘത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പ്. 80 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പ്രാഥമിക നിഗമനം. സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. 2018 മുതലാണ് തട്ടിപ്പിന്റെ തുടക്കം. അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ 50,000 രൂപ വരെ വായ്പയെടുത്തായിരുന്നു തട്ടിപ്പ്. 156 പേരുടെ പേരിലാണ് വ്യാജമായി വായ്പയെടുത്തത്. ഇവിടെ പലർക്കും ലോണുണ്ട്, അവരറിയാതെ തന്നെ ലോണുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ പേര് അവിടെ കണ്ടെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ പേരിൽ 50,000 രൂപ ലോണ് 2018 ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കവിടെ മെമ്പർഷിപ്പ് ഇല്ല, ഒന്നുമില്ല. ഈ കളക്ഷൻ അടയ്ക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലരും ബാങ്കിലെത്തി നേരിട്ട് അന്വേഷിച്ചതോടെയാണ് സ്വന്തം പേരിലുള്ള വായ്പയെക്കുറിച്ച് അറിയുന്നത്. ഇതുപോലെ എല്ലാവരും ചെന്ന് അന്വേഷിച്ചു. അന്നേരമാണ് ഇങ്ങനെ സജീഷിന്റെ പേരുണ്ടെന്ന് അറിയുന്നത്. ഞാൻ ഭർത്താവിന്റെ വീട്ടിൽ, നാട്ടിലില്ലാത്ത ഗൾഫിലുണ്ടായിരുന്നു. പക്ഷെ ഈ ലോൺ വന്ന സമയത്ത് പോയായിരുന്നു. 2 പേർക്ക് ജാമ്യം തന്നിട്ടുണ്ട്. അങ്ങനെ 1.5 ലക്ഷം നിലവിൽ ലോണുണ്ട്. തെറ്റായ വിലാസത്തിലും പലരുടെയും പേരിൽ വായ്പയെടുത്തു. നമ്മുടെ വീട് കമ്പനിയെടുത്താണെങ്കിലും നമ്മുടെ അഡ്രസ്സ് കൊടുത്താക്കുന്ന വാണിയപ്പാറ 2-ാം കടവ് അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് അഡ്രസ്സ് കൊടുത്താക്കുന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ പേരൊക്കെ ഇവിടെ തന്നെ, പേരും വീട്ടുപേരും ഇവിടെ തന്നെ. പക്ഷെ സ്ഥലം കൊടുത്താക്കുന്ന 2-ാം കടവ് വാണിയപ്പാറ അങ്ങ് പോയാക്കുമാണ്. കള്ളി വെളിച്ചത്തായതോടെ എല്ലാം സെക്രട്ടറിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ഭരണസമിതിയുടെ ശ്രമം. സെക്രട്ടറിയെ മാത്രം കുറ്റപ്പെടുത്താമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇത് ഭരണസമിതിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റിയല്ല. ഇത് ഞങ്ങളുടെ വിശ്വാസം സെക്രട്ടറിക്ക് മാത്രം ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിക്കെതിരെ തട്ടിപ്പിനിരയായവർ പോലീസിലും സഹകരണ വകുപ്പിലും പരാതി നൽകിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെ ഭരണസമിതി പിരിച്ചുവിട്ട് സഹകരണ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മീഡിയ 1 കണ്ണൂർ.